ഇന്ന് 5ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് പാഠഭാഗം ടോമോയിലെ കായികമേള ആ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജാപ്പനീസ് എഴുത്തുകാരിയായ തെത്സുഗോ കുറോയാനഗി എഴുതിയ ഗ്രന്ഥമാണ് ടോട്ടോച്ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അൻവർ അലിയാണ്. ഇതിലെ ടോട്ടോച്ചാൻ തന്നെയാണ് ഗ്രന്ഥകാരിയായ തെത്സുഗോ കുറോയാനഗിയുടെ പേര് തന്നെയാണ് ടോട്ടോച്ചാൻ എന്നുള്ളത്. ഇതില് ടോട്ടോച്ചാന്റെ ജീവിതത്തിലെ ഒരു സ്കൂൾ കായികമേളയെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. പാഠഭാഗം നോക്കാം. ടോമോയിലെ കായികമേള. മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്നു ഒരു അപൂർവത. മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്നു ഒരു അപൂർവത. അപ്പൊ മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഒരു അപൂർവതയുണ്ടായിരുന്നു. കായികമേള എന്ന് വെച്ചാൽ എന്താണ്? സ്പോർട്സ് കേട്ടോ. കായികമേള എന്ന് വെച്ചാൽ സ്പോർട്സ് ആണ്. അപ്പൊ അപൂർവത എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധാരണത്വം അല്ലെങ്കിൽ മുമ്പില്ലാത്ത സ്ഥിതി. അപ്പൊ മുമ്പില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ടോമോയിലെ കായികമേളയ്ക്ക് ഉണ്ടായിരുന്നു. ഇതര എലിമെന്ററി സ്കൂളിലേതിന് തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രം. അപ്പോ ടോമോയില് ഉണ്ടായിരുന്നത് ഇതര എന്ന് വെച്ചാൽ മറ്റ് എലിമെന്ററി സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം കേട്ടോ. അതായത് ഒരു 8ാം ക്ലാസ്സിന് താഴെ വരുന്ന ആ ഒരു ക്ലാസ്സുകളൊക്കെയാണ് അതിനകത്ത് പെടുന്നത്. അപ്പോൾ എലിമെന്ററി സ്കൂളിന് തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? വടം വലിയും 3 കാലിലോട്ടവും. ആ 2 കായികമേളകൾ ഏതൊക്കെയാണ്? വടം വലിയും 3 കാലിലോട്ടവും. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പൊ ടോമോയിൽ ഉണ്ടായിരുന്ന മറ്റ് കായികമേളകളെല്ലാം തന്നെ എന്താണ്? മാസ്റ്റർ കണ്ടുപിടിച്ചതാണ്. മാസ്റ്ററിന്റെ പേരൊക്കെ വരും ഭാഗത്ത് പഠിക്കാം കേട്ടോ. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. അപ്പൊ മാസ്റ്റർ കണ്ടുപിടിച്ച ആ കായികമേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? വിപുലമായതെന്ന് വെച്ചാൽ എന്താണ്? വിശാലമായത്, വിസ്താരമുള്ള. വിപുലം എന്ന് വെച്ചാൽ വിസ്താരമുള്ള, വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. കായിക സാമഗ്രികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകരണങ്ങൾ എന്നാണ് കേട്ടോ അർത്ഥം. അതായത് ഇവിടെ കായിക സാമഗ്രികൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ഫുട്ബോൾ കളിക്കുകയാണ് അല്ലെ? പന്ത് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം കളിക്കാനായിട്ട്? പന്ത് വേണം അല്ലെ? ഇപ്പൊ പന്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പന്ത് കളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ക്രിക്കറ്റ് ആണ് കളിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ബാറ്റും വേണം ബോളും വേണം അല്ലെ? അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് പറയുന്നത്? സാമഗ്രികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ അത്തരം സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത കളികളാണ് മാസ്റ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള കളികളായിരുന്നു അവയൊക്കെ തന്നെ. ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടം എടുക്കാം. അപ്പോൾ അതിൽപ്പെട്ട ഒരു കായികമേളയാണ് മീൻ വായിലൂടെയുള്ള ഓട്ടം. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. എന്താണ് ആ കളിയുടെ പ്രത്യേകത എന്ന് നോക്കാം. മത്സ്യാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച എടുപ്പുകൾ. അപ്പൊ മത്സ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, മീൻ അല്ലെ? മീൻ, ഫിഷ്. അപ്പൊ മീനിന്റെ ആകൃതിയുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ചു മോടി പിടിപ്പിച്ച എടുപ്പുകൾ. ചായം തേക്കുക എന്ന് വെച്ചാൽ നിറം കൊടുക്കുക കേട്ടോ, കളർ കൊടുക്കുക. നിറം കൊടുത്ത് മോടി പിടിപ്പിക്കുക എന്ന് വെച്ചാൽ ഭംഗി വരുത്തുക. അപ്പൊ നിറമൊക്കെ കൊടുത്ത് ഭംഗിയൊക്കെ വരുത്തിയിട്ടുള്ള എടുപ്പുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള എടുപ്പുകൾ അക്കാലത്ത് വളരെ സുലഭമായിരുന്നു, വളരെ എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് സ്കൂൾ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തായിട്ട്, സെന്റർ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. അപ്പൊ മണിയടി കേൾക്കുക എന്ന് വെച്ചാൽ എന്താണ്? സ്കൂളിൽ ബെല്ലടിക്കുക അല്ലെ? അപ്പൊ ഓരോ പീരീഡ് കഴിയുമ്പോഴും അല്ലെ? അപ്പൊ സ്കൂളിൽ ബെല്ലടിക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കിയിട്ട് ഓടി വരും ഇവിടേക്ക്. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ മീൻ വായിലൂടെ ഓട്ടം
അവസാനിക്കുന്നു. അപ്പൊ എന്താണ് മീൻ വായിലൂടെ ഓട്ടം എന്നുള്ള കളി എന്ന് പറയുന്നത്? അതായത് എന്ത് ചെയ്യുന്നു, മീനിന്റെ വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാൽ ഭാഗത്തോടുകൂടി വാലറ്റത്തോടെ എന്ത് ചെയ്യണം, തിരിച്ചിറങ്ങി വരണം. എന്നിട്ട് തിരികെ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണം. ഇപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണം. ഇതാണ് മീൻ വായിലൂടെയുള്ള ഓട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്കു മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പൊ ടോമയിലാകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരേ സമയം 3 പേർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ, മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. അപ്പോ ഈ ഒരു കളിയെ കുറിച്ച് കേട്ടപ്പോൾ ഇപ്പൊ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് കൊള്ളാലോ, നല്ല രസമുള്ള നല്ല എളുപ്പമുള്ള കളിയാണല്ലോ എന്ന് അല്ലെ. പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ്. മത്സ്യത്തിന്റെ ഉദരം എന്ന് വെച്ചാൽ എന്താണ്, വയറ് കേട്ടോ, വയറുഭാഗം. അപ്പൊ മത്സ്യത്തിന്റെ വയറുഭാഗം എങ്ങനെയാണ്, നീളം, ദൈർഘ്യമേറിയത് എന്ന് വെച്ചാൽ നീളം കൂടുതലുള്ള കേട്ടോ. അപ്പൊ വളരെ നീളത്തിലുള്ളതും അതിനകത്ത് എന്താണ്, ഇരുട്ടാണ് കേട്ടോ, അതിനകത്ത് ഇരുട്ട് നിറഞ്ഞതുമാണ്. ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട. അപ്പൊ ദിഗ്ഭ്രമം എന്ന് വെച്ചാൽ എന്താണ്, ദിക്കുകൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥ. ആ ഇരുട്ടിൽ പെട്ടു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് പോകണം എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ആവാൻ അധിക സമയമൊന്നും വേണ്ട. ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയേ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻവായിലൂടെ ഓട്ടം. അപ്പോ കുട്ടികൾ ഇങ്ങനെ അവർക്ക് അബദ്ധം പറ്റുന്നതും അവരെ തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു, മീനിന്റെ വായിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. അബദ്ധം പറ്റിയെന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യും, തിരിച്ച് ഉള്ളിലേക്ക് വീണ്ടും ഓടും. എന്നിട്ട് അവർ വാലറ്റത്തൂടെ വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നിക്കും. അപ്പൊ കുട്ടികളുടെ ഈ ഒരു അബദ്ധമൊക്കെ കാണുമ്പോൾ അത് കണ്ടിരിക്കുന്നവർക്കും എന്താണ്, വളരെയേറെ രസമാണ്. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. കുട്ടികൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ആ മീനിന്റെ ആകൃതിയിലുള്ള ആ രൂപം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനുള്ളതുപോലെ ആടാനായിട്ട് ഇളകാനായിട്ട് തുടങ്ങും. ഇനി അടുത്തൊരു കളിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, അതാണ് വടംവലി. അപ്പൊ വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു വലിച്ച്, അപ്പൊ വട ആഞ്ഞു വലിക്കുന്ന സമയത്ത് ഇങ്ങനെ അവര് ഒരു തരം ശബ്ദമൊക്കെ ഉണ്ടാക്കും അല്ലെ. അപ്പൊ ആ ഒരു ആർപ്പ് വിളിയുമായിട്ട് കൊബായാഷി മാസ്റ്ററും മറ്റു അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. അപ്പൊ വടംവലിയിൽ പങ്കെടുക്കുന്ന ആരാണ്, അതായത് കുട്ടികൾ മാത്രമല്ല, അവിടുത്തെ മാസ്റ്ററും മറ്റു അധ്യാപകരും ഒക്കെ കുട്ടികളോടൊപ്പം കൂടും ട്ടോ. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസുക്കി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. അപ്പോ വടംവലിയിൽ അവർക്ക് എന്താണ് പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവരെ എന്ത് ചുമതലയാണ് ഏൽപ്പിക്കുന്നത്, മത്സരം നിയന്ത്രിക്കുന്ന ചുമതല അവരെ ഏൽപ്പിക്കും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഇപ്പൊ വടംവലി കണ്ടിട്ടില്ലേ കൂട്ടുകാര്, അതായത് വടം വലിക്കുന്ന സമയത്ത് അല്ലെ ഒരു കയറ്, ആ കയറിന് എന്താണ് അപ്പുറത്തും ഇപ്പുറത്തും കുറെ ആളുകൾ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും അല്ലെ. അപ്പൊ അതിന് നടുവിൽ എന്തുണ്ടായിരിക്കും, ഒരു റിബൺ കെട്ടിയിട്ടുണ്ടാവും അല്ലെ. ഒരു റെഡ് കളറിലോ ഒക്കെയുള്ള ഒരു റിബൺ കെട്ടിയിട്ടുണ്ടാവും അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസ് എന്ന് വെച്ചാൽ തുണി എന്നാണ് അർത്ഥം. സാധാരണ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് എന്താണ്, വടംവലിയില് ആ കയറിന്റെ നടുവിൽ റിബൺ കെട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ കണ്ണ് നട്ട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ആ റിബൺ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ മാറുന്നത് എന്നവര് നോക്കി നിൽക്കും. ഇനി അടുത്തൊരു കളിയാണ് ഏത്, റിലേ കേട്ടോ, റിലേ ഓട്ടം. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അപ്പൊ റിലേ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ്, കുറെ ദൂരം ഓടണം അല്ലെ. പക്ഷെ ഇവിടെ ദീർഘദൂരം എന്താണ്, ആരും ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. അർദ്ധവൃത്താകാരം എന്ന് വെച്ചാൽ എന്താണ്, ഒരു വൃത്തത്തിന്റെ പകുതി ഭാഗം ട്ടോ. അപ്പൊ അർദ്ധവൃത്താകാരത്തിന്റെ ആകൃതിയിലുള്ള
ആ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്ക് പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് താഴേക്ക് ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഒരാൾക്ക് അതാണ് ഓടാനുള്ള ആ ഒരു ദൂരം എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവയ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പോ കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണല്ലോ എന്ന് തോന്നും അല്ലെ? ഒരു പാതിവൃത്തത്തിന്റെ ഷേപ്പിൽ, ഒരു അർദ്ധവൃത്തത്തിന്റെ ഷേപ്പിലുള്ള ഒരു ഹാളിന്റെ പടിക്കെട്ടുകൾ അങ്ങോട്ട് കയറുന്നു, ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരുന്നു അല്ലെ എന്ന് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടും രസമായിട്ടും തോന്നും. പക്ഷെ ആ പടിക്കെട്ടുകൾ എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? പടിക്കെട്ടുകൾ വളരെ നേർത്തതാണ്, അതിന് വീതിയൊന്നുമില്ല കേട്ടോ. ചെറിയ പടിക്കെട്ടാണ്, ചെറിയ പടിക്കെട്ടുകളാണ്. അതേപോലെ തന്നെ ഓരോന്നും എന്ത് ചെയ്യണം, എടുത്ത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓരോ പടിക്കെട്ടും കയറി തന്നെ പോകണം. അല്ലാതെ ഒന്നിൽ കാല് വെച്ച് ഒരെണ്ണം വിട്ട് മറ്റേലേക്ക് വെച്ച് അങ്ങനെ പോവാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. അപ്പൊ അത്രയും ചെറിയ പടിക്കെട്ടാണ്. നീളം കൂടിയ കാലുള്ള കുട്ടികളാണെങ്കിൽ എന്താണ്, ആ പടിക്കെട്ടിനകത്ത് കാല് കൊള്ളില്ല എന്നാ പറയുന്നത് കേട്ടോ. അതേപോലെ പരന്ന കാലുള്ളവരും ആണെങ്കിലും എങ്ങനെയാണ്, അവിടെ കാല് വെക്കാൻ ബുദ്ധിമുട്ടും. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ പടവുകൾക്ക് കായികമേളയുടെ അന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. അപ്പോ സാധാരണ രീതിയിൽ സ്കൂളിലൂടെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ആ പടിക്കെട്ടുകളൊക്കെ വളരെ നിസ്സാരമായിട്ട് അവര് കയറി പോവാറുള്ളതാണ്. പക്ഷെ ഒരു കായികമേള എന്ന് പറയുമ്പോൾ അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാൽഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. ടോട്ടോച്ചാന്റെയും 1-ാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത്. പ്രഥമ എന്ന് വെച്ചാൽ ആദ്യത്തെ കേട്ടോ. അപ്പൊ ടോട്ടോച്ചാന്റെയും 1-ാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെ ഒക്കെ ആദ്യത്തെ കായികമേളയായിരുന്നു. അത് ആദ്യമായിട്ട് അവർക്ക് കളിക്കാൻ കിട്ടിയ ഒരു ഇനമായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദകരമായി തീരുകയും ചെയ്തു. കായികമേളയിൽ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്രയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും 1-ാമതെത്തി. അത് അവിശ്വസനീയമായിരുന്നു. അവിശ്വസനീയം എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പൊ 1-ാമതെത്തി എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലെ നൂഴ്ന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി. അപ്പോ ഈ മുകളിൽ പറഞ്ഞ 3 കളിയിലും തകാഹാഷി എന്താണ്, വളരെ നിഷ്പ്രയാസം, ഒട്ടും പ്രയാസം കൂടാതെയാണ് ജയിച്ച് വന്നത്. ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നെ നോക്കിയിട്ടോ, പറ്റിയില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവനു തന്നെ. ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും. പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവർത്തിയുള്ളൂ. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത്. എല്ലാറ്റിനും 1-ാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ. 1-ാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന.
അല്ലെങ്കിൽ മത്തങ്ങ. രണ്ടാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. മൂന്നാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയൊക്കെയാണ്. ഒരു പക്ഷേ ആർക്കറിയാം, തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ. പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു.